കുട്ടികൾക്ക് കൊടുത്ത ചോദ്യക്കടലാസ് കറുത്ത കുത്തുള്ള ഒരു വെളുത്ത കടലാസായിരുന്നു. ഇതേക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നായിരുന്നു അധ്യാപകൻ പറഞ്ഞത്. 15 മിനിറ്റ് സമയം കുട്ടികൾക്ക് അനുവദിക്കുകയും ചെയ്തു. സമയം തീർന്നപ്പോൾ അധ്യാപകൻ ഉത്തരക്കടലാസുകൾ തിരികെ വാങ്ങി. അദ്ദേഹം ഓരോന്നായി ഉറക്കെ വായിച്ചു. പലരും കടലാസിലെ കുത്തിന്റെ സ്ഥാനവും വലിപ്പവും മറ്റും വിശദമായി വിവരിച്ചിരുന്നു. പക്ഷെ ആ കറുത്ത കുത്തിനു ചുറ്റും വ്യാപിച്ചു കിടന്ന വിശാലമായ വെളുത്ത ഭാഗത്തെപ്പറ്റി ആരും എഴുതിയിരുന്നില്ല. നിറഞ്ഞു നിൽക്കുന്ന വെളുപ്പിനെ അവഗണിച്ച് നാം ചെറിയ കറുപ്പിൽ ശ്രദ്ധയുറപ്പിക്കുന്നു. ജീവിതത്തിൽ കൈവന്ന ഭാഗ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും കാണാതെ ചെറിയ പ്രയാസങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് മിക്കവരുടെയും രീതി എന്ന് അധ്യാപകൻ വിശദീകരിച്ചു. കുട്ടികൾ തലയാട്ടി സമ്മതിച്ചു. ഈ വിവരണം ഇന്നും പലരും ആവർത്തിക്കുന്നു. പല സ്പെഷ്യൽ ന്യൂസിലും ഈ നരേറ്റീവ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് അതിനൊരു തിരുത്തൽ വരുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ $10 ലക്ഷം ഗ്ലോബൽ ടീച്ചർ പ്രൈസ് വാങ്ങിയ ഇന്ത്യക്കാരി റൂബിൽ നാഗിയുടെ ഒരനുഭവമാണ്. റൂബിൽ നാഗി അടിസ്ഥാനപരമായി ഒരു ചിത്രകാരിയാണ്. എന്നാൽ തന്റെ ചിത്രകലയെ സമൂഹത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പരിവർത്തിപ്പിച്ചതിനാണ് നാഗിയെ ഈ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും മൂലം സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത മുംബൈയിലെ ചേരിയിലെ അടക്കം കുട്ടികൾക്കായി വാൾസ് ഓഫ് ലേണിംഗ് എന്ന പദ്ധതി ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. ചേരികളിലെ ഭിത്തികളിൽ ചുമർചിത്രങ്ങൾ വരച്ച് കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് അക്ഷരലോകത്തേക്ക് അവരെ കൈപിടിച്ചാനയിക്കുകയായിരുന്നു നാഗി തുടങ്ങിവെച്ച ലിവിംഗ് വാൾസ് ഓഫ് ലേണിംഗ് പ്രോജക്ട്.